നമസ്കാരം. കേരളത്തിലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം പാർട്ടിക്ക് അതുണ്ടാക്കിയത് ഗുണമാണോ ദോഷമാണോ? സോഷ്യൽ മീഡിയയിലും ചില ചാനൽ ചർച്ചകളിലുമൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പാർട്ടിയുടെ ദൈനംദിന ചിലവ് കൂടിയെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നുവെന്ന് ചില സോഷ്യൽ മീഡിയ സൈറ്റുകൾ. പാർട്ടിക്ക് വലിയ ബാധ്യതകൾ ഉണ്ടാക്കുന്നു പുതിയ പ്രസിഡന്റ് എന്ന് ചില മറ്റ് ഓൺലൈൻ സൈറ്റുകൾ. പാർട്ടിയിൽ വലിയ ഗ്രൂപ്പ് വ്യത്യാസമുണ്ട്, പാർട്ടിയിൽ വലിയൊരു വിഭാഗം പിണങ്ങി നിൽക്കുന്നു. എന്തിനേറെ പറയുന്നു, പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ സിഇഒയെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് വരെ ചില ആക്ഷേപങ്ങൾ പല കോണുകളിൽ. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? രാജീവ് ചന്ദ്രശേഖർ എന്ന മുൻ കേന്ദ്രമന്ത്രി അപ്രതീക്ഷിതമായിട്ടാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഒരു മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനോ രാഷ്ട്രീയക്കാരനോ ആയിരുന്നില്ല.